IPL രാജസ്ഥാൻ റോയൽസിനെതിരെ ലക്നൌവിന് 194 റൺസ് വിജയലക്ഷ്യം. രാജസ്ഥാൻ റോയൽസിന് വേണ്ടി നായകൻ സഞ്ജു സാംസൺ അർദ്ധ സെഞ്ചുറി നേടി. റിയാൻ പരാഗിന്റെ പ്രകടനവും രാജസ്ഥാന് കരുത്തായി. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും ശരത് എം ചേരുകയാണ്. ശരത്ത്, അർദ്ധ സെഞ്ചുറി നേടിയിരിക്കുകയാണ് സഞ്ജു സാംസൺ. വിവരങ്ങൾ. ഇന്നത്തെ മത്സരം, അതായത് രാജസ്ഥാൻ റോയൽസും ലക്നോ സൂപ്പർ ജയൻസുമാണ് ഇന്നത്തെ മത്സരം നടക്കുന്നത്. ഇന്നത്തെ മത്സരത്തിൽ ആദ്യം ടോസ് ലഭിച്ച് ബാറ്റിംഗ് തെരഞ്ഞെടുത്ത രാജസ്ഥാൻ 193 റൺസാണ് നിലവിൽ പടുത്തുയർത്തിയിരിക്കുന്നത്. 20 ഓവറിൽ 193 റൺസ്. വെറും 4 വിക്കറ്റ് നഷ്ടത്തിലാണ് രാജസ്ഥാൻ ഈ സ്കോർ, അതായത് മികച്ച ഒരു സ്കോർ, ഭേദപ്പെട്ട സ്കോറുമെന്നല്ല, മികച്ച ഒരു സ്കോർ തന്നെയാണ് പടുത്തുയർത്തിയിരിക്കുന്നത്. രാജസ്ഥാന്റെ സ്വന്തം മൈതാനത്ത് നടന്ന മത്സരത്തിലാണ് രാജസ്ഥാന്റെ മികച്ച സ്കോർ. ഇതിൽ എടുത്തു പറയേണ്ടത്, ഈ സ്കോറിങ്ങിന് ഏറ്റവും മികച്ച സംഭാവന നൽകിയിരിക്കുന്നത് ക്യാപ്റ്റൻ, അതായത് മലയാളി താരവും ക്യാപ്റ്റനുമായ സഞ്ജു സാംസൺ തന്നെയാണ്. സഞ്ജു സാംസൺ ടീമിനെ മുന്നിൽ നിന്ന് വ്യക്തമായി തന്നെ നയിച്ചിട്ടുണ്ട്. അദ്ദേഹം 82 റൺസ് അദ്ദേഹം സ്കോർ ചെയ്തു. അതായത് അർദ്ധ സെഞ്ചുറി പ്രകടനമാണ് സഞ്ജു സാംസണിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. 52 പന്തുകളിൽ 6 സിക്സറുകളും 3 ബൗണ്ടറികളും അടങ്ങുന്നതായിരുന്നു സഞ്ജു സാംസണിന്റെ ഇന്നിംഗ്സ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രകടനം യുവതാരമായ റിയാൻ പരാഗിൻ്റെതാണ്. കാരണം അദ്ദേഹവും മികച്ച രീതിയിലൊരു പ്രകടനം ഈ ഒരു ഫസ്റ്റ് ഇന്നിംഗ്സിൽ രാജസ്ഥാന് വേണ്ടി കാഴ്ചവെച്ചു. ഇരു താരങ്ങളും ഒരു മികച്ച കൂട്ടുകെട്ട് തന്നെ ഈ ഫസ്റ്റ് ഇന്നിംഗ്സിൽ പുറത്തെടുത്തു. കാരണം റിയാൻ പരാഗിനെ പറ്റി പറയുകയാണെങ്കിൽ 43 റൺസാണ് താരം സ്കോർ ചെയ്തത്. അർദ്ധ സെഞ്ചുറിക്ക് കേവലം 7 റൺസ് അകലെ അദ്ദേഹത്തിന് അർദ്ധ സെഞ്ചുറി നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായതിനാലും ഇരു താരങ്ങളുടെയും മികച്ച പ്രകടനം രാജസ്ഥാന് 193 റൺസ് എന്ന ഒരു കൂറ്റൻ റൺസിൽ രാജസ്ഥാൻ എത്തുകയും ഇനി ലക്നൌവിന് മറുപടി ബാറ്റിംഗ് നടക്കുന്ന ലക്നൌവിന് 194 റൺസാണ് ഇനി ജയിക്കുവാൻ ആവശ്യമുള്ളത്. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് സഞ്ജു സാംസണിന്റെ പ്രകടനമാണ്. താരം നമുക്കറിയാം 2020 മുതൽ, അതായത് ഇപ്പോൾ നടക്കുന്ന 2024 സീസൺ വരെ അദ്ദേഹം IPLന്റെ ആദ്യ മത്സരങ്ങളിലെല്ലാം അർദ്ധ സെഞ്ചുറി, അതായത് 50 റൺസിന് മുകളിൽ സ്കോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അദ്ദേഹം തുടർച്ചയായ, അതായത് 2020 മുതൽ 2024 വരെയുള്ള തുടർച്ചയായ 5 വർഷങ്ങളിലും അദ്ദേഹം 50-ന് മുകളിൽ സ്കോർ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഒരു സെഞ്ചുറിയും ഉൾപ്പെടുന്നു. മാത്രമല്ല റിയാൻ പരാഗിനെ പറ്റി പറയുകയാണെങ്കിൽ ആഭ്യന്തര ടൂർണമെന്റുകളിലടക്കം മികച്ച പ്രകടനം കാഴ്ചവെച്ച യുവതാരമാണ് റിയാൻ പരാഗ്. നമുക്കറിയാം മുസ്താഖ് അലി ട്രോഫിയിൽ അദ്ദേഹം 510 റൺസുമായി ടോപ്പ് സ്കോർ ആയിരുന്നു. അപ്പോൾ ഈ രണ്ട് താരങ്ങളുടെയും പ്രകടനം ടീമിന് നിർണായകമായി. 194 റൺസ് എന്ന ഒരു ഉയർന്ന സ്കോർ ലക്ഷ്യമാണ് ലക്നൌവിന് ഇനി മറികടക്കാനുള്ളത്. മറുവശത്തെ ലക്നൌവിന്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ അവരുടെ ക്യാപ്റ്റനായ രാഹുൽ തിരിച്ചെത്തിയിട്ടുള്ളത് അവർക്കൊരു ആശ്വാസം പകരുന്ന കാര്യമാണ്. മാത്രമല്ല അവരുടെ നിരയിലും വമ്പൻ അടികൾക്ക്, അതായത് കൂറ്റനടികൾക്ക് ശേഷിയുള്ള താരങ്ങൾ ലക്നൗ നിരയിലുമുണ്ട്. പരിശോധിക്കുകയാണെങ്കിൽ KL രാഹുൽ ഉണ്ട്, അതുപോലെ തന്നെ ഡീകോക്ക് ഉണ്ട്, കിൻഡൻ ഡീകോക്ക് ഉണ്ട്. അതുപോലെ കൂറ്റനടികൾക്ക് ശേഷിയുള്ള അനവധി താരങ്ങൾ ലക്നൌവിലുമുണ്ട്. അതിനാൽ തന്നെ രാജസ്ഥാന്റെ ബോളിംഗ് ഇനി കരുതിയിരിക്കണം. രാജസ്ഥാന്റെ ബോളിംഗ് പരിശോധിക്കുകയാണെങ്കിൽ ട്രെന്റ് ബോൾട്ട് ഉണ്ട്, ന്യൂസിലാൻഡിന്റെ പരിചയസമ്പന്നനായ ബൗളറായ ട്രെന്റ് ബോൾട്ട് ഉണ്ട്. അതുപോലെ രവിചന്ദ്രൻ അശ്വിനുണ്ട്, യുസ്വേന്ദ്ര ചാഹൽ ഉണ്ട്, ആവേശ് ഖാൻ തുടങ്ങിയ ഒരു പേസ് നിരയും സ്പിൻ നിരയും രാജസ്ഥാനുണ്ട്. എന്തുതന്നെയായാലും സ്പിന്നിനെ കുറച്ചധികം അനുകൂലിക്കുന്ന ഒരു പിച്ചാണ് രാജസ്ഥാനിലെ. അതുകൊണ്ട് തന്നെ രവിചന്ദ്രൻ അശ്വിനും യുസ്വേന്ദ്ര ചാഹലിനും, അതായത് ഈ ഗ്രൗണ്ടിൽ ഒരു മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. അത്തരത്തിലുള്ള ഒരു പിച്ചാണ് രാജസ്ഥാന്റെ പിച്ച്. പേസ് ബോളർമാർക്ക് തുടക്ക ഓവറുകളിൽ ഒരു ആധിപത്യം ഉണ്ടെങ്കിലും പിന്നീട് അത് സ്പിൻ ബോളിങ്ങിന് അനുകൂലമാകുന്ന പിച്ചാണ്. എന്തുതന്നെയായാലും മികച്ച ഒരു രണ്ടാം ഇന്നിംഗ്സ് നമുക്ക് അല്പസമയത്തിനകം കാണുവാൻ സാധിക്കും. ആതിര, ശരത്ത്, ഈ വരുന്ന മത്സരങ്ങൾക്ക് ഈ ഒരു മത്സരം എത്രത്തോളം നിർണായകമാണെന്ന് പറയാൻ സാധിക്കും? കാരണം IPL ഇപ്പോൾ തുടങ്ങി, അതിൻ്റെ വെറും 4ാമത്തെ മത്സരം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് ഇപ്പോൾ തന്നെ മത്സരം എത്രത്തോളം നിർണായകമായി എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഘട്ടത്തിലല്ല. എന്തുതന്നെയായാലും തുടക്ക മത്സരങ്ങളിൽ തന്നെ ജയിച്ചുകൊണ്ട് മികച്ച റൺ ശരാശരിയിൽ തുടക്ക മത്സരങ്ങൾ മുതലേ ജയിച്ചുകൊണ്ട് പോയിന്റ് ടേബിളിൽ ഒന്നാമത്, അതായത് മികച്ച സ്ഥാനങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയായിരിക്കും എല്ലാ ടീമിന്റെയും ലക്ഷ്യം. അതുതന്നെയാണ് അവർ ലക്ഷ്യം വെക്കുന്നതും ഈ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം ടൂർണമെന്റിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ ഇത്തരത്തിൽ പോയിന്റ് ശരാശരിയിലും റൺ ശരാശരിയിലും എല്ലാം പിറകോട്ട് പോയി പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതിനാൽ തന്നെ തുടക്ക മത്സരങ്ങൾ മുതലേ മികച്ച സ്കോർ പടുത്തുയർത്തി മികച്ച റൺ ശരാശരിയിൽ മത്സരങ്ങളെല്ലാം വിജയിക്കുക എന്ന് തന്നെയാകും ടീമിന്റെ ലക്ഷ്യം. അത്തരത്തിലാണ് എല്ലാ ടീമും, നമുക്കറിയാം തുടക്കം മുതലുള്ള മത്സരങ്ങൾ പരിശോധിച്ചാൽ എല്ലാ ടീമുകളും വിജയിക്കാൻ വേണ്ടി തന്നെയാണ് കളിക്കുന്നത്. കാരണം ഇരു ടീമുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് വാശിയേറിയ പോരാട്ടം തന്നെയാണ് ടൂർണമെന്റിൽ ഉടനീളം. ഇതുവരെ കഴിഞ്ഞ ദിവസം നടന്ന ഹൈദരാബാദ് കൊൽക്കത്ത മത്സരത്തിലടക്കം, അതായത് ഇരു ടീമുകളും വാശിയേറിയ പോരാട്ടമാണ്. നമുക്ക് ഒരിക്കലും പ്രവചനാതീതമാണ് ഏത് ടീം ജയിക്കുമെന്നുള്ളത് പ്രവചനാതീതമാണ്. കാരണം ആ ടീമിന്റെ മത്സരഗതി പരിശോധിക്കുമ്പോൾ ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പം സഞ്ചരിക്കുന്ന അവസാന ഓവറുകളിൽ, അതായത് ബൗളുകളുടെയും റൺസുകളുടെയും വ്യത്യാസത്തിൽ മാത്രം ഒരു ടീം പരാജയപ്പെടുന്ന അവസ്ഥയാണ്. അതിനാൽ തന്നെ ടീമുകളുടെ ആ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് വെറും കടുകട്ടിയായിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ് ടീമുകൾ തമ്മിൽ നടക്കുന്നത്. അതിൽ തന്നെ നിർണായകം എന്ന് പറയുന്നത് തുടക്ക മത്സരങ്ങൾ മുതൽ തന്നെ വിജയിച്ചു കയറുക, പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനത്തെത്തുക എന്നുള്ളത് തന്നെയാകും എല്ലാ ടീമിന്റെയും ലക്ഷ്യം. അതുതന്നെയാണ് എല്ലാ ടീമുകളും ഓരോ തുടക്ക മത്സരങ്ങൾ മുതൽ ഇവിടെ കാഴ്ചവെക്കുന്നത്. അതിന്